നമസ്കാരം. ഇതൊരു ഗസ്റ്റ് എപ്പിസോഡാണ്. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ അഥവാ സാമൂഹ്യ ആശയവിനിമയം എന്ന് പറയുന്ന വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് ദ്വിതീയ പാതിരമണ്ണയാണ്. ദ്വിതീയ ഒരു സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമാണ്. നമുക്ക് ദ്വിതീയയെ കേൾക്കാം. വലിയ വർത്താനം പറഞ്ഞാൽ മതിയോ? മനസ്സ് നന്നാവണ്ടേ? മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ വർത്താനം പറഞ്ഞ് മനസ്സിലാക്കാനാണല്ലോ ശരിക്കും ഈ ഭാഷ ഉപയോഗിക്കണത്. വാക്കുകളും അടയാളങ്ങളും പിന്നെ ചില ചിഹ്നങ്ങളൊക്കെ ഒരു രീതിക്ക് കോർത്തിണക്കിയിട്ട് അതിലൂടെ കാര്യങ്ങളുടെ യുക്തിയും രീതിയും മറ്റുള്ളവരിലേക്ക് എത്തിക്കലാണത്. നമ്മൾ ഈ ലോകത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ച് തന്നെയൊക്കെ പഠിക്കാനും പറയാനും ഒക്കെയാണ് വാക്കുകളും വാചകങ്ങളും ഒക്കെ എടുത്ത് പ്രയോഗിക്കണത് അല്ലേ? നമ്മൾ മനസ്സിൽ വിചാരിക്കണ കാര്യങ്ങളും ചിന്താഗതികളും ഒക്കെയാണ് ഈ വാക്കുകളുടെയും വാചകങ്ങളുടെയും ഒക്കെ ഘടനയ്ക്ക് പിന്നിലുള്ളത്. അതായത് ഈ ലോകത്തെ നമ്മളെങ്ങനെ കാണുന്നു, നമ്മുടെ അറിവെന്താണ് എന്നതിനൊക്കെ ആശ്രയിച്ചായിരിക്കും അത്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള ആശയങ്ങളും അറിവുമൊക്കെ ഭാഷയെയും സ്വാധീനിക്കുന്നുണ്ട്. തിരിച്ചും നമ്മൾ ചിന്തിക്കാനും കാര്യങ്ങൾ കൈമാറാനും ഒക്കെ ഭാഷ ഒരു ആയുധമാക്കുമ്പോഴാണ് അത് നമ്മുടെ അറിവിനെയും മാറ്റിയെടുക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈ ചിന്താഗതികളൊക്കെ ഭാഷയുടെ ഓരോ വശങ്ങളിലും അതിൻ്റെ ഘടനയിലുമൊക്കെ കാണാൻ പറ്റും. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അർത്ഥവത്തായിട്ട് സംസാരിക്കാനും നമ്മുടെ സംസ്കാരം നിലനിർത്താനും ഈ ചിന്താരീതികൾ ഒരു പരിധി വരെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവേണ്ടത് അത്യാവശ്യമല്ലേ? ഭാഷ എന്ന് പറഞ്ഞാൽ വാക്കും വ്യാകരണവും മാത്രമല്ല കേട്ടോ. ആളുകളോട് ഇടപെടുമ്പോഴുള്ള സംസാരം, അതായത് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ആളുകളോട് കൂടുമ്പോഴും സംസാരിക്കുമ്പോഴും സാഹചര്യത്തിനനുസരിച്ച് വാക്കുകളും കൈകാലുകളുടെ ആംഗ്യങ്ങളും ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, സാമൂഹിക ആശയവിനിമയം എന്ന് പറയുക. ഇതിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുക, മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മൾക്ക് തിരിക്കുക, തെറ്റ് പറ്റിയാൽ സോറി പറയുക, കാര്യങ്ങൾ പറഞ്ഞ് ജയിക്കാൻ നോക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ പെടും. ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചു പോവുക, മാറി മാറി സംസാരിക്കുക, സംസാരത്തിൻ്റെ ഇടയിൽ വല്ല തെറ്റിദ്ധാരണയും വന്നാൽ അത് തിരുത്തുക തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമാണ്. കൂടാതെ നമ്മളോട് സംസാരിക്കുന്ന ആളുടെ താല്പര്യം, അവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മളെ സംസാര രീതി നമ്മൾ മാറ്റിയെടുക്കാറില്ലേ? അതെല്ലാം ഈ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. പ്രാഗ്മാറ്റിക്സ് എന്നും സാമൂഹിക ആശയവിനിമയം എന്നും ഒക്കെ പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല എന്ന് തോന്നും. പക്ഷേ സാമൂഹിക ആശയവിനിമയം എന്ന് പറയണതിൽ കുറച്ചുകൂടി വലിയൊരു കാര്യമാണ്. ഇതിൽ വാക്കും ആംഗ്യവും ഒക്കെ വരും. എന്നാൽ പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത് സംസാരിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ചില ഭാഷയുടെ നിയമങ്ങളെക്കുറിച്ച് മാത്രമുള്ളതാണ്. അതിൽ മിക്കപ്പോഴും ആംഗ്യങ്ങൾ വരാറില്ല. ഓരോ ഭാഷയ്ക്കനുസരിച്ച് അത് വ്യത്യാസപ്പെടുകയും ചെയ്യും. ഒരു കുഞ്ഞിൻ്റെ എല്ലാ തരത്തിലുള്ള വളർച്ചയോടും കൂടെ ഭാഷയും സ്വാഭാവികമായിട്ട് വളർന്നു വരേണ്ടതാണല്ലോ. കുട്ടികളുടെ മനസ്സിന് വരുന്ന സങ്കടങ്ങളും വിഷമങ്ങളും അവരുടെ വളർച്ചേനെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളതിൽ നമുക്ക് തർക്കമൊന്നുമില്ലല്ലോ. ഇത് അവരുടെ പെരുമാറ്റത്തിലും വികാരങ്ങളിലും ഒക്കെയാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ പ്രായലിംഗ ഭേദമന്യേ ഈ പറഞ്ഞൊരു വിഷയം, ഈ പറഞ്ഞൊരു കഴിവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കുട്ടികളിൽ സാധാരണയായിട്ട് കാണുന്ന മാനസിക പ്രശ്നങ്ങളിലൊന്നാണ് സങ്കടങ്ങളും പേടികളൊക്കെ ഉള്ളിലൊതുക്കി വെക്കുന്ന ഒരവസ്ഥ, ഇൻറ്റേർണലൈസേഷൻ. വല്ലാണ്ടുള്ള വെപ്രാളവും പേടിയും എപ്പോഴും ഒന്നിനൊരു ഉഷാറില്ലാതെ സങ്കടപ്പെട്ടിരിക്കലും ഒക്കെ ഇതിൽ പെടും. അതിന് എന്താ പറയുക, ഇൻറ്റേർണലൈസേഷൻ എന്ന് പറയും. അതുകൂടാതെ ചില കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കും. എപ്പോഴും ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുക, ഒരു സ്ഥലത്തും അടങ്ങിയിരിക്കാതിരിക്കുക. അത് ഇങ്ങനെ ADHD ODD മുതലായിട്ടുള്ള ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ടും മിക്കപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെ ഇപ്പോൾ എന്തിനാണ് പറയണത് എന്നല്ലേ? കുറച്ച് പഠനങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഇന്നത്തെ മുതിർന്ന ആൾക്കാരെന്ന് പറയുന്നത് പണ്ടത്തെ കുട്ടികളായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് നാളത്തെ മുതിർന്ന പൗരന്മാരാണല്ലോ. അപ്പോൾ നമുക്ക് പ്രായ വ്യത്യാസമൊന്നും ഇല്ലാതെ അതിനെ നോക്കിക്കാണാൻ നല്ലതാവും തോന്നുന്നു. ഈജിപ്തിൽ 2025 നടത്തിയൊരു പഠനമുണ്ട്. അതിലെന്താ പറയണമെന്ന് നോക്കാം. അതിനു മുന്നേ ഒരു കൂട്ടം ആൾക്കാരെ വെച്ചിട്ട് ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. മനസ്സിൽ സങ്കടങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള കുട്ടികൾക്ക് ആളുകളോട് സംസാരിക്കാനും ഇടപെടാനും വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് അതിൽ പറയണത്. അതേ സമയത്ത് കുറേ കാലം നീണ്ടു നിന്ന മറ്റ് ചില പഠനങ്ങൾ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറയും, ചെറുപ്പത്തിൽ തന്നെ
ഇത്തരം സംസാര വൈഷമ്യങ്ങൾ വല്ലാതെ കൂടിയ കുട്ടികളിൽ മാനസിക വിഷമങ്ങൾ വളരെ നേരത്തെ തുടങ്ങാനും അത് മാറാതെ കുറേ കാലം നിലനിൽക്കാനും സാധ്യത ഉണ്ടെന്നാണ്. കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾ വളർന്ന അവസ്ഥയിലേക്കും എന്നർത്ഥം. പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികളിൽ ഇത് കുറച്ചും കൂടി കടുപ്പായിരുന്നു അവസ്ഥ. കാരണം സാധാരണ കുട്ടികളെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് ആളുകളോട് ഇടപെടുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളിൽ ഈ സംസാര വൈഷമ്യം കൂടി വരുമ്പോഴോ അവരുടെ മാനസികാവസ്ഥ കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. ചുരുക്കം പറഞ്ഞാൽ ഇതുവരെ വന്ന പഠനങ്ങളൊക്കെ കാണിക്കണത് ആളുകളോട് ഇടപെടാനുള്ള കഴിവും കുട്ടികളുടെ മാനസികാരോഗ്യവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എന്നുള്ളതാണ്. ചെറുപ്പകാലത്ത് ആളുകളോട് ഇടപെടുമ്പോഴും സംസാരിക്കുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് ഭാവിയിൽ അവർക്ക് വരാൻ പോകുന്ന മാനസിക വിഷമങ്ങളെക്കുറിച്ചും അത് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നേരത്തെ നമുക്ക് മനസ്സിലാക്കാനും പറ്റത്രേ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കോളേജ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളിലാണ് എന്താ പറയുക സ്ട്രെസ്സ്, ടെൻഷൻ, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത്. വികസിത രാജ്യങ്ങളിലായാലും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലായാലും ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈജിപ്തിൽ നടത്തിയിട്ടുള്ള പഠനം പ്രസക്തമാവുന്നത്. ഈ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരാളുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കുന്നു, പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ പ്രതികരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾക്കും ബന്ധം ഉണ്ടാകാമെന്നും അതുപോലെ തന്നെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നതും പഠിക്കണത് സയൻസ് വിഷയമാണോ ആർട്സ് വിഷയമാണോ എന്നതുകൂടി ചിലപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടാകുന്നു എന്നതിൽ വ്യത്യാസം വരുത്താമെന്നൊക്കെയാണ് ആ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം നോക്കുമ്പോൾ ഇക്കാര്യങ്ങളും കൂടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം വൈകാരിക പക്വതയാണ്. ഈ വൈകാരിക പക്വത എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് തോന്നും. അതായത് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും വേണ്ട രീതിയിൽ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാനും കഴിയണതാണിത്. ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ദേഷ്യം വന്നാൽ എങ്ങനെ പെരുമാറുക, വിഷമം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുക, ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് പ്രതികരിക്കാതെ എങ്ങനെ ചിന്തിച്ച് തീരുമാനമെടുക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗം. ഇത്തരം കാര്യങ്ങളിൽ നല്ല കഴിവുള്ളവർക്ക് സാധാരണയായിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരുമായി നന്നായി ഒത്തുപോകാനും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും സ്വന്തം കാര്യങ്ങൾ ആത്മവിശ്വാസം നിലനിർത്താനും ഒക്കെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ വന്നാൽ അതിനെ ശാന്തമായിട്ട് നോക്കി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാനും അവർക്ക് സാധിക്കും. കോളേജ് ജീവിതത്തിൽ പഠനം, കൂട്ടുകാർ, അധ്യാപകർ, കുടുംബം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇങ്ങനെ പല കാര്യങ്ങളും ഒന്നിച്ച് വരുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ കഴിവുകളൊക്കെ നമുക്ക് ഹാൻഡി ആയിട്ട് വരിക. അതായത് നമ്മുടെ സഹായത്തിന് നമ്മളെ കയ്യിലെത്തുക. ഇതോടൊപ്പം മറ്റുള്ളവരോട് നന്നായി സംസാരിക്കാനുള്ള കഴിവും വളരെ പ്രധാനമാണ്. നമുക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് വേണ്ടത്, എന്താണ് ബുദ്ധിമുട്ട് എന്നൊക്കെ വ്യക്തമായി പറയാൻ കഴിയണത് പല പ്രശ്നങ്ങളും കുറയ്ക്കും. മറ്റുള്ളവരുടെ കാര്യം കേൾക്കാൻ കഴിയുമ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും സഹായിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും അതൊരു വലിയ തല്ലുകൂടലൊന്നും അല്ലാതെ സംസാരിച്ച് തീർക്കാൻ ഇതുകൊണ്ട് സഹായമാവും. അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ മാനസികാരോഗ്യത്തിനെ സ്വാധീനിക്കുന്നത് അയാളുടെ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മാത്രമല്ല, ആ വികാരങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പറയുന്നു, പങ്കുവയ്ക്കുന്നു എന്നുള്ളതും കൂടിയാണ് എന്ന് വേണം കരുതാൻ. ഡയറക്റ്റ് കോസേഷൻ അല്ലെങ്കിൽ ഈ കഴിവ് കുറഞ്ഞാൽ ഉറപ്പായും മാനസിക പ്രശ്നങ്ങൾ വരുന്നോ, മാനസിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരിൽ ഈ കഴിവ് വളർത്തിയാൽ അവരുടെ ബുദ്ധിമുട്ട് കുറയുന്നൊന്നും ഒരു കോസേഷൻ സ്റ്റഡിയൊന്നും ഇതുവരെ വന്നിട്ടില്ല. വെച്ചാലും ആരോഗ്യകരമായിട്ടുള്ളൊരു മനസ്സിന് ഈ മേൽപ്പറഞ്ഞ കഴിവുകളൊക്കെ വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നന്നായി കഥ പറയണ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. അവരുടെ ഫാൻറ്റസികളും ചിന്തകളും കേൾക്കാം, കൗതുകത്തോടെ ചോദ്യങ്ങളും ചോദിക്കാം. ഇനി മുതിർന്ന മനുഷ്യരുടെ കാര്യമാണെങ്കിൽ മനസ്സ് തുറന്ന് വിഷമങ്ങൾ പറയുന്ന ആൾക്കാർ, മനസ്സ് തുറന്ന് സ്വന്തം പ്രയാസങ്ങൾ പറയുന്ന ആൾക്കാരെ നമുക്ക് കൂടുതൽ കേട്ടിരിക്കാം. എങ്ങനെയാണ് അവരത് പറയണമെന്നുള്ളത് ഒരു സങ്കോചമില്ലാതെ പഠിക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാം. മനസ്സ് തുറന്ന എഴുത്തുകളോ റീലുകളോ ഒക്കെ കാണുമ്പോൾ ഇനി മുതൽ അതൊക്കെ ഒരു കഴിവാണ് എന്ന് കൂടി ചിന്തിച്ചു തുടങ്ങാം. പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മളെയും കൂടി നമുക്ക് തുറന്നു വയ്ക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, വലിയ വർത്തമാനം പറയുക എന്ന് പറയണതേ മനസ്സിന്
കുറച്ചൊക്കെ സുഖം കൊടുക്കണ പരിപാടിയാണ് എന്ന് തന്നെയാണ് അർത്ഥം.